പൈസയായിട്ടൊന്നും കയ്യിലില്ല. വേറെ കുറെ ആവശ്യങ്ങൾക്ക് ചെലവായി പോയി. അതുകൊണ്ട് ഈ വളയെ ഇത് പണയം വെച്ചിട്ട് നാളെ ഞാൻ പൈസയും കൊണ്ട് തരാം. അല്ലെങ്കിൽ വേണ്ട, ബാങ്കിൽ ഞാൻ തന്നെ കൊണ്ട് അടച്ചോളാം. അല്ലേ ഏട്ടാ? മോനെ, മോള് പറഞ്ഞല്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് തിരിച്ചു തരാൻ നോക്കാട്ടോ. ഏയ്, അതൊന്നും സാരില്ല. തിരിച്ചു തരുന്നതിനെ കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ആലോചിക്കണ്ട. തൽക്കാലം കാര്യം നടക്കട്ടെ. ഔ, സമാധാനമായി. അച്ഛനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ശരി. എന്ത് തരത്തിലടി നീ നിന്റെ വളയൂരി കൊടുക്കാന്ന് പറഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ 5 പൈസ കൊടുത്തു വരുതെന്ന്. എന്നിട്ട് അവള് ചോദിക്കാണ്ട് വളയൂരി കൊടുക്കാൻ നിൽക്കുന്നു. അതിന് ഇത്രമാത്രം ധൈര്യം തോന്നുന്ന കാര്യം എന്താ? നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ, എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതല്ലേ. അവർക്കൊരു ആവശ്യം വന്നപ്പോ ഞാനത് കുറച്ച് ദിവസത്തേക്ക് കൊടുക്കണു. അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? നിന്റെ അച്ഛൻ വാങ്ങി തന്ന വളയോ? എന്നാ പിന്നെ അതൊക്കെ കൂടെ അങ്ങോട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണ്ടായിരുന്നു. ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എടി, കല്യാണം കഴിഞ്ഞാലേ നിന്റെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടെയാണ്. അത് എടുക്കണമെങ്കിലേ എന്റെ സമ്മതം കൂടെ വേണം. അല്ലാതെ തന്നെ തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തോന്നിയ പോലെ ചെയ്തോന്നല്ലല്ലോ. നിങ്ങളോട് ആദ്യം വന്ന് ഞാൻ കാര്യം പറഞ്ഞല്ലേ. ഒരു 30,000 കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ എന്താ ചെയ്യാ? എന്റെ അച്ഛനും അമ്മയാണ്. അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും എന്നോട് ചോദിക്കുക പോലും ചെയ്യാണ്ടല്ലേ അതൊന്ന് പൈസ എടുത്തിട്ട്, എടി ഞാൻ അമ്മന്റെ കുറി അടിച്ചു കേട്ടോ, എടി ഞാൻ എന്റെ കുറി അടിച്ചു കേട്ടോ, പെങ്ങൾക്ക് ആവശ്യത്തിന് കൊടുത്തു കേട്ടോ, കല്യാണത്തിന് 12 പൈസ കൊടുത്തിട്ടോ എന്ന് എടുത്തോണ്ട് വന്നത് അത് മുഴുവൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടല്ലേ. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടെ നിൽക്കണം. പക്ഷെ എനിക്കൊരു പ്രശ്നം വന്ന് നിങ്ങൾ കൂടെ നിൽക്കില്ല അല്ലെ? മായന്റെ കല്യാണത്തിന് സ്വർണം വേണം, വേറെ ഒരു വഴിയില്ല എടുത്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ 18 പവൻ ഒരു അക്ഷരം വീണാൻ ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. എന്നിട്ടാ നിങ്ങളൊരു 30,000 ഇത്രയും കണക്ക് പറയുന്നത്? ഞാൻ നിങ്ങളെ പേടിക്കണോ? എന്റെ വീട്ടിലേക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്? നീ എന്താടി പറഞ്ഞു വരുന്നത്? കല്യാണം കഴിഞ്ഞാലേ എന്റെ കുടുംബം എന്ന് പറയുന്നത് നിന്റെ കുടുംബം തന്നെയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്ത് ഇത്രയും കണക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോരാ, ഭർത്താവിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പഠിക്കണം. ഈ സപ്പോർട്ടും കൂടെ നിൽക്കലും ഒക്കെ ഭാര്യമാർക്ക് മാത്രമല്ല, ഭർത്താക്കന്മാർക്ക് തിരിച്ച് ഭാര്യമാരോടും ചെയ്യാം. അത്ര സങ്കടത്തോടെ ഇങ്ങോട്ട് കയറി വന്ന എന്റെ അമ്മനെ ഞാൻ കരഞ്ഞു പറഞ്ഞേക്കണമായിരുന്നോ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട്? എന്തായാലും നിങ്ങൾക്ക് ഇത്ര കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അവര് കഷ്ടപ്പെട്ടു തന്ന സ്വർണ്ണമാണത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നും പറയാണ്ട് തരാൻ സമ്മതിച്ചത്. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ വീട് വിറ്റിട്ടാണെങ്കിൽ പെങ്ങളെ കല്യാണം നടത്തുന്നത്. വീട് വിറ്റോ, എന്നിട്ട് പെങ്ങളെ കല്യാണം നടത്ത്. എന്റെ കയ്യിൽ നിന്ന് ഒരു തരി പൊന്നു കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്വർണം മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തരാൻ എന്റെ വീട്ടുകാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്.